ഇന്ന് ഞാൻ 4 മണിക്കടിക്ക് പെട്ടെന്ന് നമുക്കൊരു മുട്ട കൊണ്ട് പപ്സ് ഉണ്ടാക്കും. മുട്ട കൊണ്ട് വേറെ മുട്ട ബജ്ജി ഉണ്ടാക്കി കഴിക്കും, ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കും. മുട്ട കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കി കഴിക്കാം, പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കും. അതിന് ആവശ്യമായിട്ടൊരു ഇതിനുണ്ടോ 1 സ്പൂൺ മൈദ ഇച്ചിരി പരന്ന പാത്രത്തിലെടുക്കണേ. പിന്നെ അത് അതേ തവിക്ക് തന്നെ അതേ സ്പൂണിന് തന്നെ കടലപ്പൊടി, പിന്നെ ഒരു നുള്ള സ്പൂണിലാണ് ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ഒരു ലേശം ഉപ്പ് ഒഴിച്ചിട്ട് ഈ മാവ് നമുക്കൊന്ന് കലക്കിയെടുക്കാം. അത് നമ്മൾ ഈ ബജ്ജിയൊക്കെ ഉണ്ടാക്കാൻ കലക്കുന്ന പോലെ തന്നെ ഇത്തിരി വെള്ളമായി പോകുന്നത്, എന്നാൽ ഒത്തിരി കുടുങ്ങി പോകും. ഇതൊന്ന് കലക്കിയെടുക്കട്ടെ. ഇനി അതിനാവശ്യമായിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുവാണേ. മുട്ടക്കകത്ത് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല, പച്ചമുളകോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. മുട്ട മാത്രം, 2 മുട്ട. മിക്സിക്കകത്തൊന്നും അടിക്കണ്ട, നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അടിച്ച് നല്ലതായിട്ട് ശ്രദ്ധിക്കും. ഒരു തരി ഉപ്പ് മുട്ടയുടെ ഒഴിക്കും. ഈ മുട്ടയുടെ ചുവ ഇഷ്ടമില്ല എന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ ഒരു ഏലക്ക വല്ലതും പൊടിച്ച് കത്തുക. കുഴപ്പമില്ല, ഞാനൊരു ശകലം ഉപ്പിട്ടത് ഉണ്ടാക്കി. പാൻ ചൂടായിരിക്കുവാണേ, ഇതിലോട്ട് നമ്മൾ ഒഴിക്കുക. നമ്മൾ ഒഴിച്ച് നമ്മൾ കടുക് കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കിയെടുക്കും. ഇനി അത് വെന്ത് വരട്ടെ. ഇപ്പോൾ മുട്ട നമ്മൾ പൊരിച്ച് 4ആയിട്ട് മുറിച്ചെടുത്തു. അത് നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റുവാണേ. 4 മണി ചായക്ക് ചായ അടുപ്പ് വെച്ചേച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. എല്ലാവർക്കും കഴിക്കാം, ഏത് അസുഖക്കാർക്കും കഴിക്കാം. മുട്ട പൊരിച്ചത് ഈ ബാറ്ററിനകത്ത് മുക്കുവാണേ. തീ കുറച്ചിട്ടിട്ട്, എണ്ണ ചൂടായി കിടക്കുക, തീ കുറച്ചിട്ടിട്ട് ഒരെണ്ണം ഞാൻ ചുട്ടെടുത്തു. അതൊന്നുകൂടെ കാണിക്കാം. ഓരോന്ന് ഉണ്ടാക്കിയാൽ മതി, നമുക്ക് അത് കരിഞ്ഞു പോകാതെ എടുക്കാം. പെട്ടെന്ന് തന്നെ മറിച്ചിടണം, ഒത്തിരി നേരം മുരിയേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്, ചായക്ക് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. മുട്ട തിന്നുകയില്ലാത്ത പിള്ളേരോടൊക്കെ ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി, അവർ തിന്നോളൂ. പെട്ടെന്ന് എടുക്കാം, മുട്ട പൊരിച്ചതില്ലേ, പിന്നെ മാവ് കൊണ്ട് മൊരിഞ്ഞ് കിട്ടിയാൽ പോലെ. എൻ്റെ മുട്ട കൊണ്ടുള്ള സ്നാക്സ് റെഡിയായി. എത്ര പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് ചായക്ക് വെള്ളം അടുപ്പ് വെച്ചിട്ട് ഇത് തയ്യാറാക്കിയാൽ മതി, എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. എത്ര മുട്ട കഴിക്കില്ലാത്ത കുഞ്ഞുങ്ങളെയും കഴിപ്പിക്കാം, പ്രായമായവർക്കും കഴിക്കാം. ചായക്കൊരു കടി. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ.